കൃത്യമായിട്ട് പഠിക്കും. എന്താണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ്, എന്താണ് പോർ പോയിന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ന്യൂട്രലൈസേഷൻ നമ്പർ. ഇനി ഇതിനകത്ത് ഇത്രയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഇനി ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2026 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സിലബസ് വന്നിട്ടില്ല. കൺഫർമേഷൻ വന്നാൽ മാത്രമേ അതിൻ്റെ സിലബസ് പുതിയ സിലബസ് നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് 2022 സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സിലബസിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ വരാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിലബസിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. ഡീറ്റെയിൽ സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ 2022 കാറ്റഗറി നമ്പർ 517 2020. വേറെ 2 തസ്തികകളൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2022 എക്സാമിൻ്റെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, നമ്മളെ വിസ്കോസിറ്റി നമ്മുടെ പ്രഷർ, ഡെൻസിറ്റി, വോളിയം അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ്, അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമല്ലോ. ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. മെക്കാനിക്കലിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുക. അതിനകത്ത് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെയുള്ള എന്താണ് വിസ്കോസിറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് എന്താണ് വി നീഡ് ടു നോ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ വെലോസിറ്റി പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയുന്ന കാര്യമാണ് അല്ലേ. ടോ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു du by dy അല്ലേ. അതിനകത്ത് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റീസ് മാറ്റുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du by dy എന്ന് വരും. നമുക്ക് അതിനകത്ത് mu ആണെന്ത് ഡൈനാമിക് വിസ്കോസിറ്റിയുടെ കോഎഫിഷ്യന്റ് എന്ന് പറയാം. കോഎഫിഷ്യന്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ആണ് mu, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, പിന്നെ കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ട്, പിന്നെ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പോയിന്റ് നമ്മൾ പഠിക്കണം. സർഫസ് ടെൻഷൻ എന്താണെന്ന് പഠിക്കണം, ക്യാപ്പിലാരിറ്റി എന്താണെന്ന് പഠിക്കണം, ഫ്ലൂയിഡ് പ്രഷറിൻ്റെ നമ്മുടെ പ്രഷറിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഈ ഒരു ടോപ്പിക്. ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്, പ്രഷർ ഹെഡ് എന്താണ് അല്ലെ, പ്രഷർ ഹെഡ് എന്താണ്, P is equal to rho GH നമുക്കറിയാം. അതിനകത്ത് H is equal to P by rho G where H is called pressure head. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അബ്സല്യൂട്ട് പ്രഷർ എന്താണ്, ഗേജ് പ്രഷർ എന്താണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്താണ്, വാക്യൂം പ്രഷർ, നെഗറ്റീവ് പ്രഷറിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. പ്രഷർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾ ലൈക്ക് പീസോമീറ്റർ അല്ലേ, വളരെ ലോ പ്രഷർ മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, പീസോമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ഉണ്ടാവാം. പ്രഷർ ഗേജസ് ഉണ്ട്, മാനോമീറ്റർ, അതിനകത്ത് തന്നെ U2 മാനോമീറ്റർ ഉണ്ട്, ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ ഉണ്ട്, ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മാനോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണ് മാനോമീറ്റർ യൂസ് ചെയ്യുക, പ്രഷർ അറ്റ് എ പോയിന്റ് കണ്ടുപിടിക്കാനാണ് എന്ത് ചെയ്യുക, സിമ്പിൾ മാനോമീറ്റർ യൂസ് ചെയ്യുക. ഡിഫറൻഷ്യൽ ആകുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ 2 points, 2 പോയിന്റുകൾ തമ്മിലുള്ള പ്രഷറിന്റെ ഡിഫറൻസ് അളക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, നമുക്കറിയാം ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ യൂസ് ചെയ്യുക. ഇൻവേർട്ടഡ് ആകുമ്പോൾ എന്താണ്, നെഗറ്റീവ് പ്രഷറും കൂടെ അളക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇൻവേർട്ടഡ് മാനോമീറ്റർ യൂസ് ചെയ്യുക. വാക്യൂം പ്രഷറൊക്കെ അതിനകത്ത് നമുക്ക് അളക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ നമുക്കറിയാം. അടുത്തത് പാസ്കൽസ് ലോ അറിയാലോ. പാസ്കൽസ് ലോയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓൺ എ കണ്ടിന്യൂസ് കൺഫൈൻഡ് ഫ്ലൂയിഡ് the intensity of pressure is equal everywhere എന്ന് പറയുന്ന പാസ്കൽസിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് നമുക്കറിയണം. ഐഡിയൽ ഫ്ലൂയിഡ് എന്താണ്, റിയൽ ഫ്ലൂയിഡ് എന്താണ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ് എന്നൊക്കെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്താണ് ഈ പറയുന്ന പോലെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡുകളെല്ലാം തന്നെ എന്താണ്, ന്യൂട്ടോണിയൻ ആണ്. അല്ലാത്ത ഫ്ലൂയിഡ് എന്താണ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മെക്കാനിക്കൽ പഠിച്ച
ആൾക്കാരുണ്ടാവും. മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്ക് ഇതൊക്കെ എളുപ്പമായിരിക്കാം, അത് അവർക്ക് ഓട്ടോമൊബൈൽ ആയിരിക്കും പാട്. ഓട്ടോമൊബൈൽ പ്യുവർ ഓട്ടോ പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് എന്തായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം. ഇനി മെക്കാനിക്കൽ പഠിച്ച ആൾക്കാർക്കായാലും ഓട്ടോമൊബൈൽ പഠിച്ച ആൾക്കാർക്കായാലും അറിയുന്ന ആൾക്കാരാണെങ്കിലും അറിയാത്ത ആൾക്കാരാണെങ്കിലും ഇനി സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിലും നമ്മളിതൊക്കെ എന്ത് ചെയ്യണം, പഠിക്കും, നമ്മൾ പഠിച്ചിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു എന്താണ് ഒരു ഓറിയൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഈ ടേംസ് ഒക്കെ ഒന്ന് ഫെമിലിയർ ആയിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഇക്വേഷൻസും എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ ആ ഒരു പോയിന്റെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തന്നത്. ഓടിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ്. അപ്പം നമ്മളെപ്പോഴും ഒരു സിലബസ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അയ്യോ ഇത്രയും സിലബസ് ഉണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റുമല്ലോ. ഒരു എക്സാമിലൂടെ ആണെങ്കിൽ പോലും നമ്മളെ അൾട്ടിമേറ്റ് ടീം എന്ന് പറഞ്ഞാൽ ജോലി വാങ്ങിക്കുകയാണ്, ശരിയാണ്. പക്ഷേ നമുക്ക് ജോലി വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിലേക്കെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ, നമ്മൾ പഠിക്കുന്നല്ലോ, വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. ഈ ഇതൊരു സിലബസേ അല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ആദ്യം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയ സിലബസ് ആണല്ലോ എന്ന് നമ്മൾ നോക്കരുത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടിയാണ് നിങ്ങളൊന്ന് ഫെമിലിയറൈസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തരുന്നത്. ഇനി ഈ പറയുന്ന പോലെ റിയൽ ഫ്ലൂയിഡ് ഉണ്ട്, ഐഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് എന്തുണ്ട്, ഈ പറയുന്ന ഫ്ലൂയിഡിൻ്റെ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുന്നത് ഓറിഫൈസസ്, നോച്ചസ്, വെഞ്ചുറിമീറ്റർ ടൈപ്സ് ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ നിങ്ങൾ പിന്നെ നോക്കുന്നത്. ഓറിഫൈസ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണ് സാധാരണ ഈ പറയുന്ന വെഞ്ചുറിമീറ്റർ ആയാലും നമ്മുടെ എന്താണ് ഓറിഫൈസ് മീറ്റർ ആയാലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് അളക്കാനാണ്. ഇനി ടൈപ്സ് ഓഫ് ഫ്ലോ ഉണ്ട്, സ്റ്റഡി ഫ്ലോ ഉണ്ട്, അൺസ്റ്റഡി ഫ്ലോ ഉണ്ട്, യൂണിഫോം ഫ്ലോ ഉണ്ട്, നോൺ യൂണിഫോം ഫ്ലോ ഉണ്ട്. ഈ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എ ഫ്ലൂയിഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം മാറുന്ന അനുസരിച്ച് നമ്മുടെ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്ത് പറയുക, അല്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സ്റ്റഡി ഫ്ലോ ആണെന്ന് പറയും. ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്താണ്, അൺസ്റ്റഡി ഫ്ലോ എന്ന്. സ്പെസിഫിക്കലി വെലോസിറ്റി ഒക്കെ എന്താണ് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. അപ്പോൾ ആ വെലോസിറ്റിക്കൊക്കെ ഉണ്ടാകും ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റഡി ആണോ അൺസ്റ്റഡി ആണോ എന്ന് പറയാം. ചേഞ്ച് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇറ്റ് വിൽ ബി സ്റ്റഡി ഫ്ലോ. ചേഞ്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ ബി സ്റ്റഡി ഫ്ലോ. ഓക്കെ, ഇനി യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് അല്ലേ. നമ്മുടെ ഓരോ പ്രോപ്പർട്ടീസിനും ഡിസ്റ്റൻസ് മാറുന്ന അനുസരിച്ച് നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടീസിന് ഉണ്ടാകുന്ന മാറ്റം, ഡിസ്റ്റൻസ് മാറുമ്പോൾ പ്രോപ്പർട്ടീസിന് മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി യൂണിഫോം ഫ്ലോ. മാറ്റം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇറ്റ് വിൽ ബി നോൺ യൂണിഫോം ഫ്ലോ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ലാമിനാർ ഫ്ലോ ഉണ്ട്, ലാമിനാർ ഫ്ലോ ഉണ്ട്, ടർബുലന്റ് ഫ്ലോ ഉണ്ട്. ഈ ടർബുലന്റ് ഫ്ലോയും ലാമിനാർ ഫ്ലോ ഒക്കെ എന്താണ്, നമ്മുടെ ഫ്ലോയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ എന്താണ്, ഫ്ലോ വിൽ ബി ഇറഗുലർ ആണല്ലേ. ഈ പറയുന്ന പോലെ മിക്സിംഗ് ഒക്കെ നടന്ന് ഇറഗുലർ ആയിട്ട് ഫ്ലോ ചെയ്യും. ലാമിനാർ ആണെങ്കിൽ എന്താണ്, ഒരു ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ കണക്കാക്കുന്ന റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററീസ് ആണ്. എന്താ റെയ്നോൾഡ്സ് നമ്പർ എന്ന്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് റോ വി ഡി ബൈ മ്യൂ അല്ലേ. റോ എന്താണ്, ഡെൻസിറ്റി വി ഇസ് വെലോസിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ അളന്നുകൊണ്ട് ആ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ റേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വി ക്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് വെദർ ദ ഫ്ലോ ഈസ് ടർബുലന്റ് ഓർ ലാമിനാർ. ഓക്കെ, അതിന് റേഞ്ച് ഒക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ അറിയാലോ. റോ എ വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലേ. ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നതാണ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. സോ A1 V1 ഈസ് ഈക്വൽ ടു A2 V2 ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാർബറേറ്ററിൽ വരുന്നുണ്ട്, വെഞ്ചുറിയിലെ ആ ഒരു സംഭവം. അപ്പോൾ ഇതിനകത്തൊരു പണ്ട് ചോദിച്ചുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാർബറേറ്ററിൻ്റെ വെഞ്ചുറി ഉണ്ടല്ലോ, ആ വെഞ്ചുറിയിൽ ഉണ്ടാകുന്ന സമയത്ത് വെലോസിറ്റിക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്. വെഞ്ചുറിയിലൂടെ നമ്മുടെ എയർ ഫ്യൂൽ മിക്സ്ചർ പോകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലേ. വെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ടും ഏരിയ ഡിക്രീസ് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. ഏരിയ ഇൻറ്റു വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. A1 V1 ഈസ് ഈക്വൽ ടു A2 V2. അങ്ങനെയാണെങ്കിൽ A1 കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഏരിയ കുറഞ്ഞ സ്വാഭാവികമായിട്ട് എന്ത് കൂടണം,
വെലോസിറ്റി കൂടണം. എന്നാൽ മാത്രമേ ആ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏരിയ കുറയുമ്പോൾ വെഞ്ചുറി മീറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡിക്രീസ് ഇൻ ഇറ്റ് ഈസ് എ പോർഷൻ വെഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോർഷൻ വേർ ദ ഏരിയ ഡിക്രീസസ്. ആ ഏരിയ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിലേക്കൂടെ ഫ്ലോ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വെലോസിറ്റി കൂടുന്നു. സിമ്പിൾ. അത്തരത്തിലുള്ള കണക്റ്റഡ് ഫാക്റ്റുകളൊക്കെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏറ്റവും കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണ്? നമ്മുടെ വെഹിക്കിൾസ് ആണ്. എല്ലാം ഇല്ലേ? തെർമോഡൈനാമിക്സ് ഇല്ലേ? തെർമൽ എഞ്ചിനീയറിംഗ് ഇല്ലേ? ഈ പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇല്ലേ? സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഇല്ലേ? മെറ്റീരിയൽ സയൻസ് ഇല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലോ കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ്? ഹെഡ് ലോസസ്. ഹെഡ് ലോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ പറയുന്ന ലോസസിൻ്റെ ആണ്. ഈ നമ്മുടെ മേജർ ലോസസും മൈനർ ലോസസും ഒക്കെ നമുക്കുണ്ട്. മേജർ ലോസസ് ക്യാൻ ബി നമുക്ക് എന്ത് ചെയ്യാം? മേജർ ലോസസ് നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് ഡാസി വെസ്ബാക്ക് ഇക്വേഷൻ ആസ് വെൽ ആസ് ചെസീസ് ഫോർമുല. എന്താ ഡാസി വെസ്ബാക്ക് ഇക്വേഷൻ? HF ഈസ് ഈക്വൽ ടു 4FL V²/2GD. അതായത് HF എന്താണ്? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ. 4FL V²/2GD എന്നൊക്കെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. F ഈസ് ദ ഫ്രിക്ഷൻ ഫാക്ടർ എന്നൊക്കെ നമ്മൾ പഠിക്കും. മൈനർ ലോ ഇനി ചെസീസ് ഫോർമുല എന്താ? V ഈസ് ഈക്വൽ ടു C × √MI എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അടുത്തത് മൈനർ ലോസ് നമുക്കറിയാം. ബെൻഡ് ലോസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ സഡൻ എക്സ്പാൻഷൻ കാരണം ലോസസ് ഉണ്ടാവാം, സഡൻ കോൺട്രാക്ഷൻ കാരണം ലോസസ് ഉണ്ടാവാം. അതൊക്കെ നമ്മൾ പഠിക്കും. ഇനി ഫ്രിക്ഷൻ കാരണം നമുക്ക് അതെല്ലാം പറഞ്ഞു. ഇനി ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി, ഡിമൾസിബിലിറ്റി, ലൂബ്രിസിറ്റി, റസ്റ്റ് പ്രിവെൻഷൻ, പോർ പോയിന്റ് എന്താണ്, ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് എന്താണ്, അതൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കും. കൃത്യമായിട്ട് പഠിക്കും. എന്താണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ്, എന്താണ് പോർ പോയിന്റ് എന്നൊക്കെ നമ്മൾ പഠിക്കും. ന്യൂട്രലൈസേഷൻ നമ്പർ. ഇനി ഇതിനകത്ത് ഇത്രയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോളിക് മെഷീൻസിന്റെ ഭാഗത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് ഉണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ട്. അപ്പോൾ പമ്പുകളുടെ ഡിഫറൻസിയേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പുകൾ, അതിന്റെ വർക്കിംഗ് ആൻഡ് ഡിസ്ചാർജിന്റെ ഇക്വേഷൻ, റെസിപ്രോക്കേറ്റിംഗിന്റെയും സെൻട്രിഫ്യൂഗലിന്റെ ഒക്കെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് LN/60. ഐ തിങ്ക് LN/60. അതിനകത്ത് അത് ഡബിൾ ആക്ടിങ് ഉണ്ട്, സിംഗിൾ ആക്ടിങ് ഉണ്ട്. ഡബിൾ ആക്ടിങ് ആകുമ്പോൾ അതിൻ്റെ കൂടെ 2 LN/60 വരും. ഇനി അടുത്തത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. സ്ലിപ്പ് എന്താണെന്ന് നമ്മൾ പഠിക്കും. എഫിഷ്യൻസി, ഡിസ്ചാർജ്, സ്പെസിഫിക് സ്പീഡ്. പിന്നെ ടർബൈനെ പറ്റി പഠിക്കാനുണ്ട്. റിയാക്ഷൻ, ഇമ്പൾസ് ടർബൈൻ, കപ്ലാൻ ടർബൈൻ ഉണ്ട്, ഫ്രാൻസിസ് ടർബൈൻ ഉണ്ട്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ടർബൈൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ മീഡിയം ഹെഡ് ആണെങ്കിൽ വി ഹാവ് ഫ്രാൻസിസ് ടർബൈൻ. ഇനി അടുത്തത് വലിയ ഹെഡ്, ഒരുപാട് ഹെഡ് കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ വി ക്യാൻ യൂസ് പെൽറ്റൺ വീൽ ടർബൈൻ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇൻ ദിസ് നമ്മൾ പോകെ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പോകും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിറ്റ് 2 ഇതെല്ലാത്തിനും 10 മാർക്ക് കേട്ടോ. 10 മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ യൂണിറ്റ് 1 എന്ന് പറയുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കിനാണ് ചോദിക്കുക. 10 മാർക്കിൽ നമ്മളൊരു മിനിമം ഒരു 8 to 10 മാർക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെക്യൂർ ചെയ്യണം. പറ്റും, നമുക്ക് ഉറപ്പായിട്ടും പറ്റും. ഇനി അടുത്തത് തെർമൽ എഞ്ചിനീയറിംഗിൽ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ്. വി ഹാവ് 0th law of thermodynamics, 1st law, 2nd law, 3rd law എല്ലാം നമുക്ക് പഠിക്കും. അതിനകത്ത് നമുക്കറിയാം 0th law ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. when a system is in thermal equilibrium with a third system, അല്ലെങ്കിൽ when 2 systems are in thermal equilibrium with a third system, then the 2 systems will also be in thermal equilibrium എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ? 2 സിസ്റ്റങ്ങളുടെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നതിനാണ് എന്ത് പറയുക? തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ലോ അറിയാമല്ലോ. Q is equal to du plus W ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുക. അത് 2 കേസ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ലോ അപ്ലൈഡ് ഫോർ എ സൈക്കിൾ ഉണ്ട്, ഒന്ന് ഫസ്റ്റ് ലോ അപ്ലൈഡ് ഫോർ എ പ്രോസസ് ഉണ്ട്. ഇൻ കേസ് ഓഫ് സൈക്കിൾ ആണെങ്കിൽ ഇക്വേഷൻ എന്താ? നമ്മൾ കൊടുക്കുന്ന മുഴുവൻ ഹീറ്റും, Q ആണല്ലോ ഹീറ്റ് എന്ന് പറയാം. അപ്പോൾ Q is equal to W എന്ന് പറയും. ഇനി നമ്മൾ പ്രോസസ്സിനാണെങ്കിൽ എന്താ? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q is equal to the system will increase the internal energy. Q is equal to du plus the rest will be taken for the work അല്ലേ? നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ വരിക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ ഫസ്റ്റ് ലോ എഴുതാം. Q is equal to du plus
W in the case of a process ആണെങ്കിൽ Q is equal to du plus W ആണ്. where du എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, W എന്താ, വർക്ക് ഡൺ. അതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുക. ഇനി ഇത് സൈക്കിളിനാണെങ്കിൽ എന്താ, വി ഹാവ് സിംപ്ലി Q is equal to W എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ കൊടുക്കുന്ന മുഴുവൻ ഹീറ്റും ചൂടും വർക്ക് ചെയ്യാനായിട്ട്, സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ സെക്കൻഡ് ലോ ഒക്കെ ഉണ്ട്. സെക്കൻഡ് ലോയിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് ലോ ഉണ്ട്. ഒന്ന് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും പിന്നെ എന്താ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഹീറ്റ് പമ്പിന്റെ ഒക്കെ കാര്യങ്ങളാണ്, റെഫ്രിജറേറ്ററിന്റെ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും പറയുക, കൂടുതലും അതിനകത്താണ് ആപ്ലിക്കേഷൻ വരിക. ഇനി ഐസോതെർമൽ പ്രോസസ്സുകൾ അറിയാലോ. ഐസോതെർമൽ പ്രോസസ്സ് ഉണ്ട്, ഐസോബാറിക് ഉണ്ട്, ഐസോകോറിക് ഉണ്ട്, പിന്നെ പോളിട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്, അഡയബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഐസോബാറിക് എന്താ, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ഐസോകോറിക് എന്താ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സാണ്. അഡയബാറ്റിക് എന്താ, നോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ഇൻ ദാറ്റ് പ്രോസസ്. പിന്നെന്താണ്ട്, ഈ പറയുന്ന പോലെ ഐസോതെർമൽ ആണെങ്കിലോ ടെമ്പറേച്ചർ വിൽ ബി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഐസെൻട്രോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുക, ഐസെൻട്രോപ്പിക് പ്രോസസ് എന്ന് പറയുക. സോ ദ എൻട്രോപ്പി റിമൈൻസ് കോൺസ്റ്റന്റ്. ഓക്കെ, വർക്ക് ഡൺ ഇക്വേഷൻസ്, അതിൻ്റെയൊക്കെ ഓരോ പ്രോസസ്സിൻ്റെയും വർക്ക് ഡൺ, ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇത്രയും കൊണ്ട് ഒന്നുമില്ല, സിമ്പിളാണ്. ഇതൊക്കെ വളരെ വളരെ സിമ്പിളസ്റ്റ് ഓഫ് സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാവും. നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതൊക്കെയല്ലോ ക്ലാസ് എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് ഇതെല്ലാം ഓരോ പോയിന്റ് ആയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് സഹിതം നിങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി PV ഡയഗ്രാംസ് അറിയാം, പ്രഷർ വോളിയം ഡയഗ്രാംസ് ഉണ്ടാവും. ഇനി എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഉണ്ട്, അതിൻ്റെ അസംഷൻസ് എന്താണെന്നുണ്ട്. അതിനകത്താണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ പറയുക, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, പിന്നെ ജൂൾ സൈക്കിൾ ഉണ്ട്, ഡുവൽ കമ്പസ്റ്റൻ സൈക്കിൾ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്, ഈ പറയുന്ന ഓട്ടോ സൈക്കിളാണ് നമ്മൾ എന്ത് ചെയ്യുക, പെട്രോൾ എഞ്ചിൻസ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സൈക്കിൾ. അതൊക്കെ എപ്പോഴും എല്ലാ ക്വസ്റ്റിനും, എല്ലാ ടെക്നിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാപ്പോഴും നമ്മൾ ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ ഡീസൽ സൈക്കിളിൻ്റെ ഒക്കെ പ്രോസസ്സുകൾ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ സൈക്കിൾ ആകുമ്പോൾ വി ഹാവ് എന്താണ്, 2 കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആൻഡ് 2 അഡയബാറ്റിക്, റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ് ഉണ്ട്. അപ്പോൾ അത് തന്നെ ചോദ്യമാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഓട്ടോ സൈക്കിളിൽ ഏത് പ്രോസസ്സിനകത്താണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലാണ് ഹീറ്റ് അഡിഷൻ പ്രോസസ്സ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കാറുണ്ട്. ഹീറ്റ് അഡിഷൻ എങ്ങനെ നടക്കുക, കോൺസ്റ്റന്റ് വോളിയം സൈക്കിളിൽ, കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ് എന്ത് സംഭവിക്കുക, ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുക. അത് ഡീസൽ ആകുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ് ഹീറ്റ് ആഡ് ചെയ്യുക. അതൊക്കെയാണ് വ്യത്യാസം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വ്യത്യാസങ്ങൾ പഠിപ്പിക്കും നിങ്ങളെ. ഓക്കെ, ഇനി ഇവിടെ പറയുമ്പോൾ പെട്രോൾ ആൻഡ് ഡീസൽ സൈക്കിൾ 2 സ്ട്രോക്കിൻ്റെ വർക്കിംഗ്, 4 സ്ട്രോക്കിൻ്റെ വർക്കിംഗ്, സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. പിന്നെ ഉള്ളത് വാൽവ് ടൈമിംഗ് ഡയഗ്രാം. നമുക്കറിയാമല്ലോ, ആക്ച്വൽ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വാൽവ് ഓവർലാപ്പ് എന്താണ്, സ്കാവഞ്ചിങ് എന്താണ്, അതൊക്കെ നമ്മളവിടെ പഠിക്കും. IC എഞ്ചിൻസിൻ്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഇൻഡിക്കേറ്റഡ് പവർ. വാട്ട് ഈസ് ഇൻഡിക്കേറ്റഡ് പവർ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ആക്ച്വൽ പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ആൻ എഞ്ചിൻ. അല്ലേ, ഒരു എഞ്ചിനകത്ത് ആക്ച്വൽ പവർ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുക. അതിനകത്ത് കുറച്ച് പവർ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ്റെ നമ്മൾ ഈ പറയുന്ന റെസിപ്രൊക്കേഷൻ ആണല്ലോ. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിലായിട്ടും പല വഴിക്കായിട്ട് നമുക്ക് ഫ്രിക്ഷൻ കാരണം കുറച്ച് എമൗണ്ട് ഓഫ് പവർ പോകും. ദാറ്റ് ലോസ്റ്റ് പവർ ഡ്യൂ ടു ഫ്രിക്ഷൻ ഈസ് കോൾഡ് ആസ് ഫ്രിക്ഷൻ പവർ. ദ റിമൈനിങ് ഈസ് being transferred to the crankshaft, and that is what we call as brake power or brake horsepower. It is actually the power developed at the crankshaft of the engine is called brake power എന്ന് പറയാം. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കോഴ്സിനകത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് ഫ്രിക്ഷൻ പവർ, മെക്കാനിക്കൽ എഫിഷ്യൻസി എന്താ, ബ്രേക്ക് പവർ ബൈ IP. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണല്ലോ എപ്പോഴും മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുക. ഔട്ട്പുട്ട് എന്താ, ബ്രേക്ക് പവർ ആണ്. ഇൻപുട്ട് എന്താ, ഇൻഡിക്കേറ്റഡ് പവർ ആണ്. സോ BP ബൈ IP ആണെന്ത്, ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുക. ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി ഉണ്ട്, റിലേറ്റീവ് എഫിഷ്യൻസി ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിക്കും. എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ടോട്ടൽ ഫ്യൂവൽ കൺസപ്ഷൻ, സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്താ, ഒരു യൂണിറ്റ് ബ്രേക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള നമുക്കുള്ള ഒരു ഫ്യൂവൽ ആണെന്ത്, സ്പെസിഫിക് ഫ്യൂവൽ കൺസപ്ഷൻ എന്ന് പറയുക. അതൊക്കെ നമ്മൾ നോക്കും. ഇനി ഡിറ്റർമിനേഷൻ മോസ്റ്റ് ടെസ്റ്റ് എന്താണ്, നമ്മുടെ ഈ പറയുന്ന ഒരു എഞ്ചിൻ്റെ ഇൻഡിക്കേറ്റഡ് പവർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ പവർ ഒക്കെ നമ്മൾ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, മോസ്റ്റ് ടെസ്റ്റ് യൂസ് ചെയ്യുക. മോസ്റ്റ് ടെസ്റ്റ് ക്യാൻ ഓൺലി ബി ടെസ്റ്റഡ് ഫോർ എ മൾട്ടി സിലിണ്ടർ എഞ്ചിൻ, നമുക്കറിയുന്ന കാര്യമാണ്.
ഇനി ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ നിങ്ങൾ പഠിക്കും. എങ്ങനെയൊക്കെയാണ് ഒരു എഞ്ചിനിൽ ഹീറ്റുകൾ ഏത് വഴി കൂടെയൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. ഹീറ്റ് യൂട്ടിലൈസ്ഡ് by the cooling water, heat carried away by the cooling water, heat carried away by the exhaust gases, heat converted as IP, unaccounted losses, ഇതൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കണം. ഇനി കംപ്രസറിൻ്റെ വർക്കിംഗ്, ടൈപ്സ് ഓഫ് കംപ്രസേഴ്സ് നമ്മൾ നോക്കണം. സിംഗിൾ സ്റ്റേജ് കംപ്രസർ, മൾട്ടി സ്റ്റേജ് കംപ്രസർ, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ സിംഗിൾ സ്റ്റേജ് കംപ്രസർ ആകുമ്പോൾ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജിലോട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ദ വർക്ക് ഡൺ ബൈ ദ കംപ്രസർ കുറയുന്ന എപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇനി സിംഗിൾ ആക്ടിങ്, ഡബിൾ ആക്ടിങ് കംപ്രസേഴ്സ്, വർക്ക് ഡൺ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ. ഇനി ഇതെല്ലാം തെർമോഡൈനാമിക്സ് ഇരുന്ന സാധനങ്ങളാണ്. ഇനി നമുക്ക് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിനകത്ത് വരുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ കുറച്ച് കാര്യങ്ങൾ. കണ്ടക്ഷൻ, എങ്ങനെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നത്, കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, ഹൗ ദ ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് വാട്ട് റേറ്റ്. നമ്മൾ തെർമോഡൈനാമിക്സിൽ പറഞ്ഞ ഹീറ്റ് പോകുന്നു, ഇറ്റ് ഈസ് ഓൺലി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ കിലോ ജൂൾ ഓർ ജൂൾ വാട്ട് എവർ, ബട്ട് ഹിയർ ദ ഹീറ്റ് ട്രാൻസ്ഫർ ഡീൽസ് വിത്ത് റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് അതിൻ്റെ റേറ്റ്, അതായത് ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനാണ് നമ്മൾ എന്താ പറയുക, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക. യൂണിറ്റ് വിൽ ബി ജൂൾ പെർ സെക്കൻഡ് ഓർ വാട്ട് ഓർ കിലോ ജൂൾ പെർ സെക്കൻഡ് ഓർ കിലോ വാട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും പല രീതിയിലുള്ള ഈ 3 ഹീറ്റ് ട്രാൻസ്ഫറിനെ ഗവേൺ ചെയ്യുന്ന ഈ പറയുന്ന പോലെ ലോസും. ഇവിടെ ഉദാഹരണത്തിന് ഫോറിയേഴ്സ് ലോ ഓഫ് തെർമൽ കണ്ടക്ഷൻ ഈസ് ഗവേൺഡ് ബൈ വിച്ച് ലോ? ഫോറിയർ ലോ, -KA×dT/dx. സിമ്പിളാണ്. ഇതൊക്കെ എന്താ നിങ്ങൾ പഠിക്കും, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിരിക്കും നിങ്ങളെയൊക്കെ. ഓക്കെ. യൂണിറ്റ് 3 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഇതും 10 മാർക്കിനാണ് കേട്ടോ, ഇതും 10 മാർക്കിനാണ്. അവിടെ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ ഉണ്ട്. ടെൻസൈൽ കംപ്രസീവ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ റിയൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് എന്താണ്? ഇറ്റ് ഈസ് എ ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് എന്ത് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുക. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്താണ്, ലാറ്ററൽ സ്ട്രെയിൻ എന്താണ്, പോയിസോൺസ് റേഷ്യോ എന്താണ്, ഇനി മൈൽഡ് സ്റ്റീലിൻ്റെ ബിഹേവിയർ, ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടല്ലോ മൈൽഡ് സ്റ്റീലിൻ്റെ, അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി അപ് ടു പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിക് ലിമിറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, അപ്പർ ഈൽഡ് പോയിന്റ് ഉണ്ട്, ലോവർ ഈൽഡ് പോയിന്റ് ഉണ്ട്, അല്ലേ, അത്തരത്തിലുള്ള കുറേ പോയിന്റുകളുണ്ട്. പിന്നെന്താണ് ബ്രേക്കിംഗ് സ്ട്രെസ് വരുന്നുണ്ട്, പിന്നെന്താണ് ഫെയിലിയർ പോയിന്റ്, ബ്രേക്കിംഗ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെയിൻ ഹാർഡനിങ് റീജിയൻ വരുന്നുണ്ട്, അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. പിന്നെന്താണ് ഈൽഡ് പോയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണ്, വർക്കിംഗ് സ്ട്രെസ് എന്താണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്. ഓക്കെ. എന്താണ് നമുക്ക് ഈ പറയുന്ന അൾട്ടിമേറ്റ് സ്ട്രെസ് എന്താണ്, വർക്കിംഗ് സ്ട്രെസ് എന്താണ്, ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ്, ഹൂക്സ് ലോ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ അപ് ടു പ്രപ്പോർഷണാലിറ്റി ലിമിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, സ്ട്രെസ്സസ് ഇൻ വേരിയിങ് സെക്ഷൻസ്, കോമ്പോസിറ്റ് എന്താണ്, കോമ്പോസിറ്റ് ബാറിലുള്ള സ്ട്രെസ്സിൻ്റെ ഒക്കെ അനാലിസിസ് നമുക്ക് വരുന്നുണ്ട്. ഷിയർ സ്ട്രെസ് എന്താണ് ഷിയർ സ്ട്രെസ്? ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സെക്ഷൻ ഈസ് കോൾഡ് ഷിയർ. എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഇൻ ദാറ്റ്, അല്ലെങ്കിൽ സ്ട്രെസ്സസ് ഇൻ ദാറ്റ് സെക്ഷൻ വെൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സ് ഹാപ്പനിങ് ഓൺ എ സെക്ഷൻ. ഒരു സെക്ഷനിൽ ഉണ്ടാകുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഷിയർ സ്ട്രെസ് എന്ന് പറയുക. അതിനകത്ത് നമുക്ക് ഷിയർ മോഡുലസ് വരുന്നുണ്ട്, ഷിയർ സ്ട്രെയിൻ വരുന്നുണ്ട്. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്താണ്, യങ്സ് മോഡുലസ് എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിൻ്റെയും ഒരു റേഷ്യോ ആണ് യങ്സ് മോഡുലസ് എന്നറിയാം നമുക്ക്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ നമുക്കറിയാം. ബൾക്ക് മോഡുലസ് എന്താണ്, റിജിഡിറ്റി മോഡുലസ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. തെർമൽ സ്ട്രെസ് എന്താണ്, അല്ലെങ്കിൽ തെർമൽ സ്ട്രെയിൻ എന്താണ്. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മാറുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു എന്താണ് സ്ട്രെസ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണ് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ അടുത്ത സെക്ഷൻ എന്താ, ഫ്രിക്ഷൻ, ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ്റെ ലോസ് എന്താണ്, എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, എന്താണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതെന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള എന്തുണ്ടാവും, ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുക. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആണല്ലോ എപ്പോഴും ഇനർഷ്യ എന്ന് പറയുക. അപ്പം കറക്കം നിർത്താനുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ആക്ച്വലി എന്ത് ഈ പറയുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുക. ഇനി ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രംസ്, ടൈപ്സ് ഓഫ് ബീംസ് ഉണ്ട്, അല്ലേ.
സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്, പിന്നെ എന്താണ് ക്യാൻറ്റിലിവർ ബീംസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബീമുകൾ എന്താണെന്നൊക്കെ നമ്മൾ നോക്കണം. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ് നമുക്ക് വരുന്നുണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനകത്ത്. പിന്നെ UDL ടൈപ്സ് ഓഫ് ലോഡ്, പോയിന്റ് ലോഡ് ഉണ്ടാവാം, UDL യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ടാവാം. പിന്നെ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ റിവറ്റ് ആൻഡ് ബോൾട്ട്, റിവറ്റ് നമ്മുടെ ടൈപ്പ് ഓഫ് ഫാസ്റ്റ്നസിൽ ഉള്ളതാണ് റിവറ്റുകളും ബോൾട്ടുകളും. പിന്നെന്താണ് അതിൻ്റെ ലാബ് ജോയിന്റ്, സിംഗിൾ റിവറ്റഡ്, ഡബിൾ റിവറ്റഡ് ഒക്കെ ടൈപ്സ് ഓഫ് എന്താണ് റിവറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ടൈപ്സാണ് പറയുന്നത്. ഇനി ബഡ് ജോയിൻ്റ് എന്താണ്, ഫെയിലിയർ ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കും. ഇനി വെൽഡഡ് ജോയിൻറ്റ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ഫില്ലറ്റ് ആൻഡ് ബുട്ട് വെൽസ്, വെൽഡിങ് ടേം, സ്ട്രെങ്ത് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യും ചെറിയ വെൽഡിങ് ഡിസൈൻ, ചെറിയ കുഞ്ഞു കണക്കുകൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് കവർ ചെയ്യും. ഇനി മെഷീൻ എലിമെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് വരുമ്പോഴത്തേക്ക് ബെയറിങ്സ്, ചെറിയ തിയറി ഓഫ് മെഷീൻസിലൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. ടൈപ്സ് ഓഫ് ബെയറിങ്സ്, എന്താ ബെയറിങ്സ് ആക്ച്വലി ബെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത് ബെയറിംഗ് എന്ന് പറയാം. അതിനകത്ത് എത്ര ഉണ്ട്, നമ്മുടെ റോളർ ബെയറിംഗ് ഉണ്ട്, ടേപ്പർ റോളർ ബെയറിങ്സ് ഉണ്ട് അല്ലേ, പിന്നെ എന്താണ് സ്ലൈഡിങ് കോൺടാക്ട് ബെയറിങ്സിനകത്ത് തന്നെ വരുന്നതാണ്, റോളിംഗ് കോൺടാക്ട് ബെയറിങ്സിനകത്ത് വരുന്നതാണ് ജേണൽ ബെയറിങ്സ്. ബെയറിംഗ് ക്യാരക്ടറിസ്റ്റിക് നമ്പർ, അതിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ജനറേറ്റർ, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഫങ്ഷൻസ് ഓഫ് ഗവേണർ, ടൈപ്സ് ഓഫ് ഗവേണർ എന്തൊക്കെയുണ്ട്, ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് ഉണ്ട്, പിന്നെന്താണ് ക്വാളിറ്റി ഗവേണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റി ഗവേണിംഗ് ഉണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മീൻ ഇക്വിലിബ്രിയം സ്പീഡ്, മാക്സിമം മിനിമം ഇക്വിലിബ്രിയം സ്പീഡ്, ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ പഠിക്കുന്നതായിരിക്കും. ഗിയേഴ്സ്, ടൈപ്പ് ഓഫ് ഗിയറിൻ്റെ നോമൻക്ലേച്ചർ മൊഡ്യൂൾ ഉണ്ട് അല്ലേ. പിന്നെ എന്താണ് ഡയമെട്രിക്കൽ പിച്ച്, അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കും. പിന്നെ വെലോസിറ്റി റേഷ്യോ, ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ, പല ഗിയർ ട്രെയിൻ നമുക്ക് പഠിക്കാനുണ്ട്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കും. ബോയിലേഴ്സിൻ്റെ കാര്യങ്ങളുണ്ട്, ബോയിലർ ആക്സസറീസ് ഉണ്ട്, ബോയിലർ മൗണ്ടിങ്സ് ഉണ്ട്, സ്റ്റീം എഞ്ചിൻ്റെ വർക്കിങ്ങും പാർട്സും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മെറ്റീരിയൽസ്, കാസ്റ്റ് അയൺ ടൈപ്സ്, ഇതിൻ്റെയൊക്കെ കാസ്റ്റ് അയണിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണ്, ടൈപ്സ് ഓഫ് സ്റ്റീലിൻ്റെ കോമ്പോസിഷൻ, ക്ലാസിഫിക്കേഷൻ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണ് അറിയാലോ. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താ, നമ്മൾ കുറേ ഒരു മെറ്റലിനെ നമ്മൾ ചൂടാക്കുന്നു, കുറച്ച് സമയം എന്ത് ചെയ്യുന്നു അവിടെ ആ ചൂടിന് അവിടെ എന്ത് ചെയ്യുന്നു അവിടെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു തണുപ്പിക്കുന്നു, അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിന് മാറ്റം ഉണ്ടാക്കുന്നു. അതിനാണ് എന്ത് പറയുക നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇതൊരു നോർമൽ ബേസിക് ഐഡിയ ആണ്. ഇതിന് നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇനി ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇതിൻ്റെ അലോയ് സ്റ്റീലിൻ്റെ ആപ്ലിക്കേഷൻസ്, ടൈപ്സ്, നോൺ ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കണം. അപ്പോൾ ഇതും എന്താണ് 10 മാർക്കിനാണ്. ഇവിടെ മെഷീൻ എലിമെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്, ഇത് 10 മാർക്കിന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, ഇനി കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ഓഫ് IC, നമ്മൾ ഓട്ടോമൊബൈൽ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇത് കൂടുതലും നമുക്ക് എന്താണ് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളും. ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ ഓട്ടോമൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന ഒരു കാര്യങ്ങളുണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് എഴുതാനായിട്ട് പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തിനാണ് ആ പ്രോപ്പർ കണക്ഷൻ കൃത്യമായിട്ട്, കണക്ഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മെറ്റീരിയൽ സയൻസ് നമ്മൾ പഠിക്കേണ്ടത്, അതിൻ്റെ ഈ പറയുന്ന ഓട്ടോമൊബൈലിൻ്റെ എല്ലാം മെറ്റീരിയൽ സയൻസ് പഠിക്കേണ്ടി വരും. കണക്ഷൻ, ആ ഓരോ ലിങ്കേജുകളുടെയും കണക്ഷൻ എങ്ങനെയാണ്, ആ ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണ്, അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവണം. അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓട്ടോമൊബൈൽ ടോപ്പിക്കുകൾ പഠിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ഓഫ് IC എഞ്ചിൻ, സിലിണ്ടർ ബ്ലോക്ക്, സിംഗിൾ സിലിണ്ടറിൻ്റെ മൾട്ടി സിലിണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതിനകത്ത് തന്നെ ഗ്യാസ്കറ്റ്, പിസ്റ്റൺ, ടൈപ്സ് ഓഫ് പിസ്റ്റൺ റിങ്ങുകൾ എന്താണ്, കംപ്രഷൻ റിങ് എന്താണ്, ഓയിൽ റിങ് എന്താണ്, മിനിമം നമ്പർ ഓഫ് റിങ്സ് എത്രയാണ് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെയുള്ളത് കണക്റ്റിംഗ് റോഡിൻ്റെ കാര്യങ്ങളായാലും എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ, കണക്റ്റിംഗ് റോഡിൻ്റെ മെറ്റീരിയൽ എന്താണ്, പിന്നെ എന്താണ് ബിഗ് എൻഡ് എന്താണ്, സ്മോൾ എൻഡ് എന്താണ്, ബെയറിങ്സ്, അതിൻ്റെയൊക്കെ ബെയറിങ്സ് ഉണ്ടാവും. ക്രാങ്ക് ഷാഫ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുക, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്, പിന്നെ ടൈപ്സ് ഓഫ് സോഡിയം വേപ്പർ കൂൾഡ് വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം എന്താണ്, സൈഡ് ക്യാം ഷാഫ്റ്റ് എന്താണ് OHC ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്താണ് SOHC എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്താണ്, വാൽവിൻ്റെ മെറ്റീരിയൽ എന്താണ്, ടൈപ്സ് എന്താണ്, ക്യാം ഷാഫ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ക്യാം ഷാഫ്റ്റിന് എങ്ങനെയൊക്കെ ഡ്രൈവുകൾ കിട്ടുന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, ഇനി ഫ്യൂവൽ സിസ്റ്റം, ഡിഫറൻറ്റ് ഫ്യൂവൽ ഫീഡ് സിസ്റ്റംസ്, അപ്പോൾ AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്, അതായത് നമ്മുടെ ഫ്യൂവൽ റിസർവോയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ ലിഫ്റ്റ് ചെയ്യുന്ന സെറ്റപ്പാണ് ഈ ഫ്യൂവൽ ഫീഡ് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാണ്, വി ഹാവ് AC മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് ആസ് വെൽ ആസ് SU ഇലക്ട്രിക്കൽ പമ്പ്. ഇനി പെട്രോളിൻ്റെ ഫിൽറ്റേഴ്സ് ആൻഡ് എയർ ക്ലീനേഴ്സ്, കാർബറേറ്റേഴ്സ് എന്താണ്, സിമ്പിൾ കാർബറേറ്റേഴ്സ്, അതിൻ്റെ പാർട്സ് എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ വെഞ്ചുറി ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാം ഏത് ടൈപ്പ് വന്നാലും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഉത്തരം എഴുതിയിരിക്കണം.
അതിന് നമ്മൾ പ്രാപ്തരായിരിക്കണം. കോമ്പൻസേഷൻ, മിക്സ്ചർ, സ്ട്രെങ്ത്, റിക്വയർമെൻറ്റ്, മോഡേൺ കാർബറേറ്റേഴ്സ്, ഫ്ലോട്ട് സിസ്റ്റം, അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെയുള്ളത് ടർബോ ചാർജർ ഉണ്ട്, ടർബോ ലാഗ് എന്താണ് അതൊക്കെ നോക്കാം. ലൂബ്രിക്കേഷൻ ആൻഡ് കൂളിംഗ് സിസ്റ്റം, ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ, വെറ്റ് സം എന്താണ്, ഡ്രൈ സം എന്താണ്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയാത്തതാണെങ്കിൽ നമ്മൾ പഠിക്കും. പിന്നെന്താണ് പ്രഷർ റിലീഫ് വാൽവ് എന്തിനാണ്, ഓയിൽ കൂളേഴ്സ് എന്തിനാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറയുന്ന ഓട്ടോയിലുള്ളത്. ഭയങ്കര വലിയ ലെങ്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കേണ്ട ഒരു ആവശ്യമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓട്ടോമൊബൈൽ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൂടുതലും മെക്കാനിക്കൽ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് കൊടുക്കുക. മെക്കാനിക്കൽ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൂടുതലും ഓട്ടോമൊബൈലിന് ഫോക്കസ് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് അറിയാത്ത നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും നമുക്കാണ് അറിയുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് മൊഡ്യൂൾ 6 എന്ന് പറഞ്ഞാൽ ഷാസിയാണ്. അതിനകത്ത് നമുക്ക് ഫ്രെയിമിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. ആക്സിൽ, ഡെഡ് ആക്സിൽ, ലൈവ് ആക്സിലൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ മെറ്റീരിയലൊക്കെ പഠിക്കണം. സസ്പെൻഷൻ സിസ്റ്റം, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ സ്പ്രിങ്ങുകൾ എന്തൊക്കെയാണ്, ലീവ് സ്പ്രിങ് ടൈപ്സ് ഓഫ് സ്പ്രിങ് എന്തൊക്കെയാണ്, ഡാമ്പർ എന്തിനാണ് യൂസ് ചെയ്യുക, അതിൻ്റെ ബാക്കിയുള്ള സിസ്റ്റങ്ങൾ എന്തൊക്കെയാണ്, ഷാക്കിൾ പിൻ എന്തിനാണ്, അതൊക്കെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ആയാലും സ്റ്റിയറിംഗ് സിസ്റ്റം ആയാലും എത്ര ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് ഗിയർ ബോക്സ് ഉണ്ടെന്ന് നോക്കണം. അതിൻ്റെ എല്ലാം വർക്കിങ്ങും അതിൻ്റെ എല്ലാം കാര്യങ്ങളും അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കണം. ബ്രേക്ക് സിസ്റ്റം അറിയാമല്ലോ, മെക്കാനിക്കൽ, ഹൈഡ്രോളിക്, ന്യൂമാറ്റിക്, എല്ലാ ടൈപ്പ് ഓഫ് ബ്രേക്ക് നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇതേ പറഞ്ഞില്ല, വാസ്റ്റായിട്ടുള്ളൊരു സിലബസാണ് ഓട്ടോവിലുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഓട്ടോവിൽ നമ്മൾ കൊടുത്തേ പറ്റൂ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ ട്രാൻസ്മിഷനാണ് വരുന്നത്. ട്രാൻസ്മിഷനിൽ നമ്മൾ ക്ലച്ച് ഉണ്ട്, ഫ്രിക്ഷൻ ക്ലച്ചിൻ്റെ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഉണ്ട്, വർക്കിംഗ് ഓഫ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. എന്തിനാണ് നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുക, ആക്ച്വലി ക്ലച്ച് തന്നെ യൂസ് ചെയ്യുക. ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ എഞ്ചിനിൽ നിന്നുള്ള പവർ ഗിയർ ബോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുക. അവിടെ തന്നെ നമുക്ക് എന്തുണ്ട്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉണ്ട്, ഡയഫ്രം ക്ലച്ച് ഉണ്ട്, കോൺ ക്ലച്ച് ഉണ്ട്. അവിടെ എന്തൊക്കെയുണ്ട്, നമുക്ക് ഫീമെയിൽ കോണും മെയിൽ കോണും വരുന്നുണ്ട്. പിന്നെയുള്ളത് വാക്യൂം ക്ലച്ച്, ഹൈഡ്രോളിക് ക്ലച്ച്, ഇലക്ട്രോമാഗ്നറ്റിക്, എല്ലാ തരത്തിലുള്ള ക്ലച്ച്. പിന്നെ മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, അതായത് ഡ്രൈ ടൈപ്പും ഉണ്ട്, വെറ്റ് ടൈപ്പും ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. ഫ്ലൂയിഡ് ഫ്ലൈ മനസ്സിലാക്കണം. കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആൻഡ് വർക്കിംഗ് ഓഫ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്, പിന്നെയുള്ളത് എന്താണ് സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്, പ്രോഗ്രസീവ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, ഈ പറയുന്ന ഓട്ടോമാറ്റിക്കലി വരുന്ന എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്, ടോർക്ക് കൺവേർട്ടർ എന്തിനാണ്, പിന്നെ CVT എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, ടോർക്ക് ട്യൂബ് ഡ്രൈവ്, ഹോച്ച്കിസ് ഡ്രൈവ്, കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം. കോൺസ്റ്റന്റ് വെലോസിറ്റി ജോയിന്റ്, ഇവിടെ നമുക്ക് എന്താണ് വീണ്ടും തിയറി ഓഫ് മെഷീൻസ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന മെക്കാനിക്കലിൻ്റെ ഒരു ഫുൾ സബ്സിസ്റ്റം ആണ് എന്ത് ഈ പറയുന്ന ഓട്ടോമൊബൈലിൻ്റെ ടോപ്പിക്ക് വരുന്നത്. ഇനി ഇലക്ട്രിക്കൽ സിസ്റ്റം ആകുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഡൈനാമോ, കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റർ, ചാർജിങ് സിസ്റ്റം, നെസസിറ്റി, ടൈപ്സ് ഓഫ് റെഗുലേറ്റേഴ്സ്, പിന്നെ സ്റ്റാർട്ടർ സ്വിച്ച്, സ്റ്റാർട്ടർ മോട്ടോർ, പിന്നെ ഇഗ്നിഷനിലാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ്, കോയിൽ ഇഗ്നിഷൻ്റെ കമ്പോണൻറ്റ്, കോൺടാക്ട് ബ്രേക്കർ പോയിന്റ്സ് എന്തിനാണ്, ക്യാം ആംഗിൾ എന്താണ്, കണ്ടൻസർ എന്തിനാണ്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എ കപ്പാസിറ്റർ, സ്പാർക്ക് പ്ലഗ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ വർക്കിംഗ്, സ്പാർക്ക് അഡ്വാൻസ് എന്താണ്, റിട്ടാർഡ് മെക്കാനിസം എന്താണ്, പിന്നെന്താണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം, ട്രാൻസിസ്റ്ററൈസ്ഡ് ഇഗ്നിഷൻ, ഉണ്ടാ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാം നമ്മൾ പഠിച്ചു പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇനി ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റിനകത്ത് വരുമ്പോൾ തന്നെ അതിനകത്ത് എന്തുണ്ട്, കുറച്ച് ആക്റ്റുകളുണ്ട്, ട്രാഫിക് സയൻസ് ഉണ്ട്, പിന്നെന്തുണ്ട്, പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തിനകത്താണെങ്കിൽ പെട്രോൾ, ഡീസലിലെ EFI, MPFI, GDI, TBI എല്ലാം ഉണ്ട്, കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ കൺട്രോൾ അത് നോക്കണം നമ്മൾ. പിന്നെ എന്തുണ്ട്, EGR, ഈ എക്സോസ് ഗ്യാസ് റിസർക്കുലേഷൻ ഉണ്ട്, ഇവാപ്പറേറ്റീവ് എമിഷൻ കൺട്രോൾ സിസ്റ്റം, ചാർക്കോൾ കാനിസ്റ്റർ, ഡീസൽ സ്മോക്ക് ആൻഡ് കൺട്രോൾ, എമിഷൻ നോംസ് വരെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെന്താണ് ക്രൂയിസ് കൺട്രോൾ, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ഇൻ്റലിജൻറ്റ് വിൻഡ് സ്ക്രീൻ വൈപ്പർ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എല്ലാം നമ്മൾ നോക്കണം കൃത്യമായിട്ട്. ഇനി ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ, സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും, ഉറപ്പാണ്, 100% കിട്ടും. പിന്നെന്താണ് നമ്മുടെ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസിന് 10 മാർക്ക്. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ പോലെ നമുക്ക് വി ഹാവ് ടു നോ അബൌട്ട് ദ ലോസ് ഓൾസോ. അപ്പോൾ നിയമങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു നിയമങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വിദഗ്ധന്മാരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലാസ് തരും, ഉറപ്പായിട്ടും എത്തിച്ചിരിക്കും. ഇനി അതിൻ്റെ ആക്റ്റുകൾ പഠിക്കണം. അതിനകത്ത് തന്നെ നമ്മളെന്താണ് ഈ ആക്ട് പഠിക്കുമ്പോഴേ വെറുതെ കിടന്ന് കുറേ ആക്ട് പഠിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ കുറേ പോയിന്റ് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് എവിടെ നിന്നാണോ ഏത് ആക്റ്റിൽ നിന്ന് എത്ര മാർക്ക്, അങ്ങനെ തന്നെ നമ്മൾ നോക്കി പഠിച്ചേ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ വെറുതെ നോളജ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ക്രാക്ക് ചെയ്യാനുള്ള നോളജുകൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ എവിടെ നിന്നൊക്കെ എത്ര മാർക്കിന് വേണമെന്നോ ആ വെയിറ്റേജ് അനുസരിച്ച് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നീണ്ട സാധനങ്ങളുണ്ട്, ഇത് നമുക്ക് വായിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ
അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തന്നിരിക്കും. അതിൻ്റെ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ എത്തിച്ചിരിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ സിലബസിൻ്റെ ഡിസ്കഷൻ എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ സിലബസ് വലിയ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് അല്ല. ഓട്ടോമൊബൈലിൻ്റെ കേസാണെങ്കിൽ ഓട്ടോമൊബൈൽ എല്ലാം പഠിച്ചേ പറ്റുള്ളൂ. അധികം വേറെ മെക്കാനിക്കൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വാസ്റ്റ് ഒന്നും അല്ല. നമുക്കിത് പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്, ഉറപ്പായിട്ട് ഇത് തീർക്കാൻ പറ്റും. വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പഠിക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കോൺഫിഡൻസ് നമുക്ക് കൂടിക്കൂടി, നമുക്ക് ഓരോ ക്ലാസ് കഴിയും തോറും, ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതോറും നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ കോൺഫിഡൻസ് അവർ കൂടി വരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങാം, ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ക്രാക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.